തണ്ണീർമുക്കം ബണ്ടിലൂടെ ഒരുപാട് പേര് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഷട്ടറുകൾ തുറക്കുന്ന ഒരു അടിപൊളി വീഡിയോയാണ് കേട്ടാ. തണ്ണീർമുക്കം ബണ്ടിലാണ് ഇരിക്കുന്നത്. ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഇവിടുത്തെ ഒരു ജീവനക്കാരാണ്. എൻ്റെ പേര് സുഭാഷ്. SLR വർക്കറായിട്ട് ജോലി ചെയ്യുന്നത്. എത്ര നാളായിട്ടുണ്ട് ഇവിടെ? ഇവിടെ 10-30 വർഷമായി. 30 വർഷമായിട്ട് ഈ ഷട്ടറിന്റെ കാര്യങ്ങൾ മൊത്തം ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ദിവസവും ഇവിടേക്ക് ഒന്ന് നോക്കണം. എല്ലാ ദിവസവും വന്ന് നോക്കണം. നമ്മളിവിടെ ഇതിന്റെ പരിസരങ്ങൾ നോക്കണം. ഇവിടെ വൃത്തിഹീനമാണ്ടോ നോക്കണം. മറ്റു കാര്യങ്ങളെല്ലാം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കുന്നത്. 25 പേരാണ് മൊത്തം ജീവനക്കാർ. 20 പേരാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മൊത്തം 90 ഷട്ടർ, 4 ലോക്ക്. 4 ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ആനകൾ കടന്നു പോകാനായിട്ട് ഷട്ടർ ഇട്ട് താത്തിയിടുന്ന സമയത്ത് 4 ലോക്കുണ്ട്. ഒരു ലോക്ക് 20 അടി, ഒരു ലോക്ക് 30 അടി, ഒരു ലോക്ക് 40 അടി. ഏറ്റവും നടുക്കത്തെ റോഡ് 46 അടിയാണ്. അത് സാധാരണ ഒരു ബാർജും മറ്റു സാധനങ്ങളൊക്കെ പോകണമെങ്കിൽ അത്രയും വലിയ ലോക്ക് ഇത് വേണം. പിന്നെ നമ്മുടെ ഹൗസ് ബോട്ടുകൾ, വലിയ ഹൗസ് ബോട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും ഈ 46-40 അടി കൂടെയൊക്കെ പോകുന്നത്. സാധാരണ വള്ളങ്ങളും ബോട്ടുകളും സാധാരണ പോകുന്നത് 20-30 അടി കൂടെ വിടും. ഡിസംബർ 15 മുതൽ മാർച്ച് 15 വരെയാണ് ഇതിൻ്റെ കാലഘട്ടം, ഇതിൻ്റെ കലണ്ടർ പറയുന്നത്. എന്നാൽ ഇത് പല കാലഘട്ടങ്ങളിൽ ഏപ്രിൽ മാസം പകുതി ആകുമ്പോഴും ഏപ്രിൽ 27 ആകുമ്പോഴാണ് തുറക്കാൻ പറ്റുന്നത്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സമയത്ത് കാർഷിക മേഖലയിൽ കൃഷി കൊയ്ത്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് പൊക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ മാർച്ച് 15 പാലിക്കാൻ പറ്റുകയില്ല. ഏപ്രിൽ മാസമൊക്കെ കഴിയുമ്പോൾ ഒരു വിഷുവൊക്കെ കഴിയുമ്പോഴത്തേക്കും ഷട്ടർ പൊക്കും. തുറക്കണതോ അടക്കണതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ് പ്രധാനമായിട്ടും? ഇത് കളക്ടറാണ് ഇതിൻ്റെ ഫുൾ ചാർജ്. 2 കളക്ടർമാരും. എവിടുത്തെ കളക്ടർമാരൊക്കെ? കോട്ടയം ജില്ലയിലെ ആലപ്പുഴ ജില്ലയിലെ 2 കളക്ടർമാർ കൂടി ഇതിനൊരു കമ്മിറ്റിയുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ധീവരസഭയുടെ സെക്രട്ടറിയും പ്രസിഡന്റും, നെൽകർഷകരുണ്ടാവും. കാർഷിക മേഖലയിലുള്ള അവർ ജോലിക്കാർ, അവർ കർഷകർ, അവരുടെ നേതാക്കന്മാർ, പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ, എല്ലാവരും ആലോചിച്ചിട്ട് ഒരു കമ്മിറ്റി കൂടി ആലോചിച്ചിട്ടാണ് ഇതിടാനുള്ളൊരു തീരുമാനം എടുക്കുന്നത്. ഒരുപ്പോപ്പ് കൃഷിയാണ് നടന്നിട്ടിരുന്നത്. അപ്പോൾ കാർഷിക വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അത് ഇരിപ്പോപ്പ് കൃഷിയാക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് കയറി വരുന്ന ഒരു വെള്ളം തടഞ്ഞു നിർത്തി അവിടെ കൃഷി നടത്താൻ വേണ്ടി മാത്രമാണ് ഈ ഫണ്ട് വിഭാവനം ചെയ്തത്. അതുപോലെ തന്നെ ആ സമയമാകുമ്പോൾ ഡിസംബർ 15 ആകുമ്പോൾ താത്തുകയും, ഈ ഡിസംബർ 15 എന്ന് പറയുമ്പോൾ വൃശ്ചികവേലിയേറ്റം കയറി വരുന്ന ടൈമാണ്. ആ ടൈമിന് ഒരു വെള്ളം കൃത്യമായിട്ട് തള്ളിയാൽ കയറാം. ആ കയറ്റം തടയാൻ വേണ്ടിയാണ് നമ്മൾ ഷട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടനാട് മേഖലയിൽ കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നൊരു ഇത് സോൾട്ട് വാട്ടർ ബാരിയർ, ഉപ്പുവെള്ള നിരോധനം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. കേരളത്തിന്റെ ഏറ്റവും വലുതെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുമോ ഈ ഒരു സാധനം? ഈ സാധനം അതെ അല്ലേ, ഏറ്റവും വലുതാണ്. പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്നല്ലേ, ചെറിയ പല സ്ഥലങ്ങളിലൊക്കെ ചെറുതൊക്കെ ഉണ്ട്. സോൾട്ട് വാട്ടർ ബാരിയർ ഏറ്റവും വലുതാണ്. ഏറ്റവും വലുതാണ്. 1.5 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. ആറ്റുകുഞ്ഞെന്ന് പറയും. ആറ്റുകുഞ്ഞെന്ന് പറയുന്ന സാധനം നേരെ ഇത് മുട്ട വയ്ക്കുന്ന ടൈമിന് വടക്കുപുറത്തേക്ക് ഇറങ്ങുകയും നമ്മുടെ വൈക്കം മേഖലയിലൊക്കെ പോയി ഇത് മുട്ട വെച്ച് വിരിയുമ്പോഴത്തേക്കും ഇവർ നേരെ തെക്കുപുറത്തേക്ക് കയറും. തെക്കുപുറത്തേക്ക് കയറി പാടശേഖരങ്ങളിൽ ആ മേഖലകളിലും ആറ്റിലുമൊക്കെ പോയി കിടന്ന് വലുതായിട്ടാണ് തിരിച്ചിറങ്ങി വരുന്നത്. അതിൻ്റെ പ്രജനനം വടക്കുപുറത്താണ്. ഇത് വലുതാകുന്നത് തെക്കുപുറത്തുമാണ്, നമ്മുടെ പാടശേഖരങ്ങളിലും ആറ്റിലുമൊക്കെയാണ്. വേലിയേറ്റം ഡിസംബർ 15 ആകുമ്പോഴത്തേക്കും നല്ല വേലിയേറ്റം. അന്നാണ് നമുക്ക് ഈ വൃശ്ചിക വേലിയേറ്റം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഈ കായലുകളിൽ ഏറ്റവും കൂടുതൽ വെള്ളം കൂടുന്ന സമയം അതാണ്. ആ സമയത്താണ് ഈ വെള്ളം തെക്കോട്ട് തള്ളിക്കയറുന്നത്. പക്ഷെ നമ്മുടെ പൊഴിയെന്ന് പറയുന്നത് വടക്കാണ്, കൊച്ചിയാണ്. ആ കൊച്ചിയിൽ നിന്ന് വെള്ളം കയറി തള്ളി വൃശ്ചിക വേലിയേറ്റാകുമ്പോഴത്തേക്കും അടിച്ച് കയറി നേരെ പാടശേഖരങ്ങളിലേക്ക് തള്ളി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബണ്ട് ഇട്ടിരിക്കുന്നത്. ഘട്ടഘട്ടമായിട്ട് തുറക്കുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം അപ്പുറത്ത് കിടക്കുന്ന വെള്ളം ഒറ്റയടിക്ക് തുറക്കുകയാണെങ്കിൽ അത് ഇടിച്ചങ്ങ് വെള്ളം കയറും. ഭയങ്കര ഫോഴ്സിൽ ഭയങ്കര ഫോഴ്സാണ് ഒഴുകുന്നത്. അപ്പോൾ ഒരു ദിവസം എത്ര തുറക്കും? ഒരു ദിവസം 10-15 തുറക്കും. ഒരാഴ്ച കൊണ്ടാണ് കംപ്ലീറ്റ് തുറന്ന് വരുന്നത് പോണത്. കയറ്റം വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫോഴ്സിങ് കിട്ടി വെള്ളം കയറും. നന്നായിട്ട് കയറും. അപ്പൊ അതും ഒരു വിഷയമാണല്ലേ? അതും വിഷയമാണ്. അത് മൊത്തം തുറന്നു വെക്കുകയാണെങ്കിൽ നേരെ അടിച്ചങ്ങ് തെക്കുപുറത്തേക്ക് പാടശേഖരനിലേക്ക് അടിച്ചങ്ങ് കയറും. ഭയങ്കരമായിട്ട് അടിച്ചു കയറും. എല്ലാം ബണ്ടൊക്കെ പൊട്ടി പോകും. അത്രയ്ക്ക് വെള്ളമുണ്ട്, അത്രയ്ക്ക് വെള്ളം പോകും. ഇതൊക്കെയാണ് തണ്ണീർമുക്കം ഷട്ടറുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ അറിയാവുന്ന കഥകൾ.